വർക്ക് ചെയ്യുമ്പോൾ വർക്കിന്റെ കാര്യങ്ങൾ അവിടെ അവിടെ ചെയ്യുക, അതിനപ്പുറം ചെയ്യാൻ പാടില്ല. അല്ലാതെ നമ്മളിപ്പോ ഇടയ്ക്ക് വന്ന് കയറിയിട്ട് ചേട്ടാ ഒരു 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ്, മനസ്സിലായിട്ടോ? 5 മിനിറ്റ് കൂടെ കേട്ടോ, 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് കൂടെ, 5 മിനിറ്റ് കൂടെ കേട്ടോ, ഒരു 5 മിനിറ്റ് കൂടെ. ഫാസ്റ്റാക്കാം, ഫാസ്റ്റാക്കാം. പോം. നല്ല അഭിനയം പുള്ളി. അല്ല ഞാൻ അന്ന് നമുക്ക് അന്ന് അത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആയി. പക്ഷേ അത്രയും ആൾക്കാർ മുമ്പ് എല്ലാവരും എന്നെ വളരെ ഇതായിട്ട് എന്നെയും അനുചേട്ടനുണ്ട്, അനുചേട്ടനെയും ആ രീതിയിലേ കാണുന്നുള്ളൂ. നമ്മുടെ ക്യാമറ വർക്കേം വന്ന ചേട്ടനെ എല്ലാവരും ചെയ്യുന്ന ഒരു ജോലിയാണ് ഇല്ലേ? നമ്മളും ക്യാമറ ചെയ്യുന്നു, നിങ്ങൾ ആക്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അതെ, പുള്ളി അതുപോലെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പം ആ രീതിയിലേക്കാണ് പുള്ളി നമ്മളുടെ കുടുംബശത്രു പുള്ളിയാണ് കാണിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നു, ഒരു ഡേറ്റ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം പുള്ളി പറഞ്ഞു. ഇപ്പം എൻ്റെ അടുത്ത് ഇത് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് ഡേറ്റ് ആദ്യം കുറച്ച് ഡേറ്റ് ചുമ്മാ അങ്ങ് അയച്ചു. കുറച്ച് ഡേറ്റ് എന്നെ ആരാ അയക്കുന്നത്? മണിചേട്ടനാണ് ഇയാളാണ് അയക്കുന്നത്? പുള്ളി തന്നെയാണ് ഈ സംഭവം ചെയ്യണത്. പുള്ളി എനിക്ക് കുറച്ച് ഡേറ്റ് ചുമ്മാ അങ്ങ് അയച്ചു. അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഈ ഡേറ്റ് ഒക്കെ മൂവ് വേണം. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ പിറ്റേ ദിവസം ലൊക്കേഷൻ വന്നപ്പോൾ ഞാൻ ചുമ്മാ തമാശയിൽ ഞാൻ ചോദിച്ചു, ചേട്ടോ എന്താണ് ഈ ഡേറ്റൊക്കെ വരുമോ? ഒന്നും മിണ്ടിയില്ല. ഞാൻ ചിരിച്ചങ്ങ് കളഞ്ഞു. ഞാൻ ഓക്കെ വിട്ടു. പിറ്റേ ദിവസം അന്ന് പിറ്റേ ദിവസം വർക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാത്രി വീട്ടിലോട്ട് പോകുന്നതിന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഡേറ്റ് നോക്കണ്ട, ഞാൻ ചുമ്മാ അയച്ചതാണ്, നീ അവിടെ ഡേറ്റ് എടുക്കുമ്പോൾ ചേർത്ത് എടുക്കാതിരുന്നാൽ മതി, ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് എടുത്താൽ മതി, നമുക്ക് ലൊക്കേഷൻ വരുന്നത് ഈ വീടും ഓഫീസൊക്കെ വരത്തുള്ളൂ, അപ്പോൾ അത്ര പ്രശ്നമില്ല, ഞാൻ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ചേട്ടാ. എന്നിട്ട് ഞാൻ പോയി. 4 ദിവസം കഴിയുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടു. അവിടെ നിന്ന് മര്യാദ ഉള്ള ടീമാണ്, കുടുംബശ്രീ ശാല. അവിടെ നിന്ന് തന്നെ നമ്മളെ പോയി പയ്യൻ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഏതെങ്കിലും ഡേറ്റ് പ്രശ്നമുണ്ടോ? അവനോട് ഒരു ഡേറ്റും പ്രശ്നമില്ല, നീ ചേർത്ത് ചാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരി ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞു. അവൻ വെച്ചു. ഒരു വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചാർട്ട് അയച്ചു. 9 തീയതി വരെയുള്ള ചാർട്ട് അയച്ചു. അതിൽ 30, 31, 1, 2 ഞാൻ ഫ്രീ ആണ്, എന്നെ വർക്ക് വെച്ചിട്ടില്ല അവിടെ കഴിഞ്ഞ മാസം. കഴിഞ്ഞ ഷെഡ്യൂള്. പിന്നെ ഉള്ളത് 4, 5 എനിക്ക് അവിടെ ഷൂട്ടുണ്ട്, 6 ഫ്രീ ആണ്, 7, 8, 9 അവർ ചാർട്ട് ചെയ്തു. അപ്പോൾ ഇതിനിടെ ഇത്രയും ഫ്രീ ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റ് എനിക്ക് തന്നു, ഞാൻ വെച്ചിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ധനേഷ്, എനിക്ക് ധനേഷ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ അമ്മ അയച്ച ഡേറ്റ് മൊത്തം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ധനേഷേട്ടാ നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഡേറ്റ് നോക്കണ്ടെന്ന്. അത് പറ്റത്തില്ല, എനിക്ക് ഞാൻ റൈറ്ററോട് ചോദിച്ചു, റൈറ്ററാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് പറയാൻ, അതുകൊണ്ട് എനിക്ക് തന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ചാർട്ട് ചെയ്ത് കഴിഞ്ഞു, 9 തീയതി വരെയുള്ള പറ്റത്തില്ല, 9 തീയതി ശേഷം ധനേഷൻ തന്ന ഡേറ്റ് ഞാൻ അവരോട് പറഞ്ഞു അവർ ഒഴിവാക്കി തരും എന്ന് പറഞ്ഞു. ഡേറ്റ് ചെയ്തു, അവിടെ ഡേറ്റ് ചാർട്ട് ചെയ്തു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ പറ്റത്തില്ല, എനിക്ക് തന്നേ പറ്റും. അങ്ങനെ കുറേ ഡയലോഗും കുറേ മെസ്സേജും കാര്യങ്ങളും കുറേ വോയിസ് മെസ്സേജ് അയച്ച് ഇപ്പോൾ ഒരു പരിപാടി ഉണ്ട്, അയച്ചു തന്നെ അപ്പം ഡിലീറ്റ് ചെയ്യും. പിന്നീട് നമ്മൾ കാണിച്ചാൽ തെളിവ് കാണിച്ചു അതല്ലേ വേറെ ആരും കാണാൻ പാടില്ല, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഡിലീറ്റ് ആണ്. അതിനും ഭേദം ധനേഷേട്ടാ വേറെ ഐഡിയ ഉണ്ട്, അതിനകത്ത് 1 ടൈം കഴിക്കുന്ന ഒരു സംഭവം ഉണ്ട്, അതിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം. അങ്ങനെ ഡേറ്റ് ഇതാണ് ഇഷ്യൂടെ സ്റ്റാർട്ട് ചെയ്യണം മെയിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 9 തീയതി ചാർട്ട് ഡേറ്റ് കൊടുത്തു. അതിനുശേഷം ആ ഡേറ്റിനാണ് ഈ 7 8 വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. ആ ഡേറ്റ് വേണ്ടാന്ന് പറഞ്ഞു. അവസാനം അവിടെയും വിളിച്ചില്ല, എനിക്ക് ഇവിടെയും വർക്കില്ലാതായി. പുള്ളിയുടെ ആവശ്യത്തിന് അത് നടക്കില്ല. എന്താണ് അങ്ങനെ നിഹാസിന്റെ? എനിക്കൊന്ന് യുവടുത്തൊക്കെ കറക്റ്റ് ആയിട്ട് ഡേറ്റ് കൊടുക്കാറുണ്ടോ? യുവയ്ക്കും ഡേറ്റ് ഇതേപോലെ കൊടുക്കും. അപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ 5-ാം തീയതി വരെ ചാർട്ട് തന്നിട്ട് 4-ാം തീയതി ഇല്ലായിരുന്നു, നമ്മൾ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവർ വിളിക്കേണ്ട 4-ാം തീയതി വേണം. ഓക്കെ ഏട്ടാ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതുവരെയും വർക്ക് ചെയ്തിട്ടില്ല, ഫ്രീ ഡേറ്റിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നം നമുക്കില്ല. പക്ഷേ ഇവർ ചാർട്ട് ചെയ്യാതെ നമ്മളെങ്കിലും ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മണ്ടിലിട്ട് ചാക്കും. ഇപ്പൊ പുള്ളി ഈ പറഞ്ഞ കാര്യം അവിടെ ഇതുവരെയും പറഞ്ഞിട്ടില്ല, മൊത്തം എന്റെ കുറ്റമാണ്, ഞാൻ ഡേറ്റ് കൊടുത്തില്ല. അത് മൊത്തം എന്റെ പേരിലാണ്. ഇപ്പം പ്രൊഡ്യൂസർ സൈഡിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്, ഞാനാണ് പ്രശ്നം, ഞാൻ ഡേറ്റ് കൊടുക്കുന്നില്ല. പുള്ളി എനിക്ക് ചാർട്ട് ചെയ്യുന്നല്ലേ എനിക്ക് ഡേറ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല അയാൾ അയക്കുന്ന മെസ്സേജ് നിനക്ക് ഒരു സമയം കേൾക്കാനുള്ള സമയം വേണ്ടേ? അപ്പോഴേ ഡിലീറ്റ് ചെയ്താൽ പിന്നെ എങ്ങനെ അത് പ്രൂഫ് കൊടുക്കാം നമ്മള്? അതല്ലേ പറഞ്ഞ അത് പുള്ളി സമ്മതിക്കത്തില്ലെന്നേ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, എടാ ഇങ്ങനെ ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയി, അത് വീണ്ടും വേണ്ടി വന്നു, നീ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ ഒരുപാട് പ്രാവശ്യം. അപ്പൊ നമ്മളതൊരു സ്നേഹം തരും. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു എപ്പോഴും സന്ധ്യച്ച് പറയാറുണ്ട്, ഇതൊരു കുടുംബം പോലെയാണ്, ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് പഴയ സീരിയൽ ഉണ്ടല്ലോ, കുടുംബത്തിൽ മൊത്തം അടിയാണല്ലോ, ആ ഒരു സംഭവം എനിക്ക് തോന്നി. ആ കുടുംബമാണ് ഉദ്ദേശം. കുടുംബത്തിലെ വല്യച്ഛനാണ് നിങ്ങൾ ഡയറക്ടർ. എനിക്കറിഞ്ഞൂടാ. അല്ല അതിനകത്ത് നീ പറഞ്ഞതിനകത്ത് കറക്റ്റ് കാര്യം പറയേണ്ട രീതിയിൽ നമ്മൾ ആർട്ടിസ്റ്റുമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു ശത്രുത ഒന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു, അവർ ഡേറ്റ് തരുന്നു, നമ്മൾ വർക്ക് ചെയ്യാൻ ചെല്ലുന്നു. അവർ ചാർട്ട് തന്നാൽ മാത്രമേ നമുക്ക് ഇന്ന ദിവസം ഷൂട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇത് അറിയാൻ പറ്റത്തില്ലല്ലോ. നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് നാളെ ആ സീനുണ്ടോ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അവർ ചാർട്ട് ചെയ്തിട്ട് പറയണ്ട നാളെ അതാണ് സീന്, നാളെ ഇവിടെ ലൊക്കേഷൻ, അല്ല നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും. ഈ നമ്മൾ ഏഷ്യാനെറ്റിലെ സീരിയൽ ബാലഗണപതി അല്ലേ, ബാലഹനുമാൻ അതിനകത്ത് എന്താണ് ചെയ്തിരുന്നത്? അതിൽ നായകനായിരുന്നു റോള്. നമുക്കൊരു ചെറിയ കഥയായിട്ടല്ലേ വരുന്നത്. നിന്നെ കാണുമ്പോഴേ
നീന്ന് വിളിക്കുന്നത് ഞങ്ങളുമേ അത്ര അടുപ്പമുണ്ടാണ് കേട്ടോ. നിന്നെ കാണുമ്പോൾ അതിനകത്ത് ഈ ഗന്ധർവൻ്റെ ഒക്കെ ഒരു റോൾ ചെയ്യാൻ പറ്റിയൊരു ഫേസ് അതിനൊക്കെ കേട്ടോ. കഴിഞ്ഞു പോയി. അല്ല അത് കഴിഞ്ഞു, പക്ഷേ ഫേസ് അത് തന്നെ. ഇനിയും നല്ല റോള് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗന്ധർവൻ്റെ ഒക്കെ. ഈ ചില റോളുകൾ ഉണ്ണി മൂന്നിന് മാത്രം ആപ്റ്റാന്ന് പറയുന്ന ചില കഥാപാത്രം അതേപോലത്തെ കഥാപാത്രങ്ങൾ നിനക്ക് സീരിയൽ വരാനുള്ള ചാൻസ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യുന്ന സാധനമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അതായത് അഭിനയത്തിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, അല്ലാതെ ചേട്ടാ 5 മിനിറ്റ് കഴിഞ്ഞില്ല ചേട്ടാ, 5 മിനിറ്റ് ആയില്ല ചേട്ടാ. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരുന്നു കഴിഞ്ഞാൽ ചേട്ടാ. സുരേഷ് ചേട്ടാ പ്ലീസ്. MD ഏത് വഴി കണ്ടോണ്ടിരിക്കുന്നത് ചേട്ടാ? കസ്റ്റമർ വരുമ്പോ നിങ്ങളുടെ പിന്നെ ഈ റംസാനൊക്കെ വന്നിട്ട് ആഡ് ചെയ്ത ആളാണ് ഇരിക്കുന്നത്. ഈ സംസാരിക്കുന്ന സമയം മതി നമുക്കിത് ക്ലിയർ ചെയ്യാൻ. ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ, ഇപ്പൊ വന്നിട്ട് തന്നെ ഒരു 10 മിനിറ്റോളായി. ഈ സമയത്ത് ഇപ്പൊ ഇത് കഴിയത്തില്ലായിരുന്നു? 5 മിനിറ്റ് വേറൊന്നുമില്ല ചേട്ടാ. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ചേട്ടൻ പറയുന്നേക്ക് നമ്മൾ ആയിക്കോട്ടെ ചേട്ടാ, ഞാനും ഇതുപോലെയൊക്കെ ജോലി ചെയ്ത ഒരാളാണ്, ഞാൻ ചെയ്യാത്ത ഒരാളല്ല. തീർച്ചയായിട്ടും എനിക്കറിയാം. എന്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാനിവിടെ ഒരു കസ്റ്റമർ ഇപ്പോൾ വന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേക്കിന് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ ഞാൻ നമ്മള് കാരണമാണോ? നമ്മള് കാരണമാണ്, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നം കസ്റ്റമർ ഉണ്ടാവത്തില്ല. സുരേഷ് ചേട്ടാ അങ്ങനെ സംസാരിക്കും. നമ്മള് കാരണം ഇറങ്ങിപ്പോയ സുരേഷ് ചേട്ടാ സംസാരിക്കല്ലേ? അങ്ങനെയല്ല. അല്ല എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഇപ്പൊ ചേട്ടന് ഇപ്പൊ എന്താ വേണ്ട? അത് നിങ്ങൾ സമ്മതിക്കണ്ട ചെയ്യാതെ. ആദ്യം കുറച്ച് വിഷയം സംസാരിച്ചോണ്ടിരുന്നു, ചേട്ടൻ വന്ന് ഇടയ്ക്ക് വന്ന് സ്വാഭാവികം ചേട്ടന് പറയാം, ചേട്ടൻ ഇവിടുത്തെ ഡ്യൂട്ടിക്കാരനാണ്, നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല. അതിന്റെ ഫ്ലോ പോയി. പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമേ വിട്ടു, പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് എടുക്കണം. അപ്പൊ അത്രയും കഷ്ടപ്പെടണം. ഇപ്പൊ ചേട്ടൻ വീണ്ടും വന്നു, ഇതിനിടയ്ക്ക് പറഞ്ഞ സാധനം മൊത്തം വേസ്റ്റ് ആയില്ല. ഇതിന് പോളിടെക്നിക് പഠിക്കണ്ടേ? ക്യാമറയുടെ സെൻസ് മതി. ഇത് ചേട്ടാ ശ്രീനിവാസന്റെ ഡയലോഗ് പറയാതെ ഞങ്ങൾക്ക് സമയം ടച്ച് ചെയ്യാനായിട്ട്. ഇപ്പൊ അവന് ഫ്രസ്ട്രേഷൻ ആകുമ്പോ ഒരു ആർട്ടിസ്റ്റ് അല്ലേ? അതാ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക, പോ അപ്പോഴത്തെ നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ പറഞ്ഞതിനകത്ത് ഇപ്പം പല റോൾസ് ചെയ്യാൻ നിഹാസിന് പറ്റും, ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ നോർമലി ഇപ്പൊ നമ്മുടെ നായകൻ, നോർമൽ ഒരു നായകൻ എല്ലാ സീരിയലും കാണുന്നു, അല്ലെങ്കിൽ സിനിമയെ കാണുന്നു, ആ ഒരു സെറ്റപ്പ്. ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പറയാം. പൃഥ്വിരാജ് ചേട്ടാ ഇപ്പൊ ചെറിയൊരു സാധനം ചെയ്ത് ആടുജീവിതത്തിൽ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം അത് കണ്ടിട്ടൊന്നുമല്ല കേട്ടോ, മുന്നേ ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ വെള്ളം സിനിമയിൽ ജയിച്ചിട്ടും ചെയ്തു. അപ്പൊ അതേപോലെ അതാ ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും കുറച്ച് ഡയലോഗും ചെയ്ത് നമ്മൾ അങ്ങനല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അത് കറക്റ്റ് ആണ് അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കരിയറിൽ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ബെസ്റ്റ് ബെറ്റർ എന്നല്ല ബെസ്റ്റ്. ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഞാൻ സൂര്യയിൽ പ്രൊജക്ട് ആദ്യം ചെയ്യുമ്പോൾ ഫുൾ കോമഡി ആയിരുന്നു. ഞാൻ ഒരാളുടെ ഫ്രണ്ടാണ്, എനിക്ക് ഒന്നും അറിയണ്ട. ഞാൻ ഫുൾ കോമഡി തന്നെ എപ്പോഴും കോമഡി ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാരക്ടർ. പിന്നെ അതുപോലെ നെഗറ്റീവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിന്റെ ഫേസിന് നെഗറ്റീവ് ചേരത്തില്ല. പക്ഷെ എനിക്ക് നമ്മൾ ചെയ്ത് അവിടെ കൊണ്ടുവരുമോ? അത് ഓക്കെയാണ്. പക്ഷെ നമ്മുടെ നെഗറ്റീവ് ചേരാത്ത ഒരാൾ നെഗറ്റീവ് ചെയ്യുന്നുണ്ട് ദേവൻ ചേട്ടൻ. നമ്മളിപ്പോ സുരാജ് ചേട്ടൻ ഫുൾ കോമഡി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ പുള്ളി ചെയ്യുന്ന ക്യാരക്ടർ ഇങ്ങനല്ല കാണിക്കുന്ന. നമ്മൾ അന്തം വിട്ടു, അയ്യോ ഇതെന്താ സുരാജ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പൊ, ഭയങ്കര ചേഞ്ച് അല്ലേ? അതുപോലെ ഇന്ദ്രൻ ചേട്ടൻ എന്തൊക്കെ ചെയ്യുന്നു ഇപ്പൊ. തീർച്ചയായിട്ടും ഇന്ദ്രൻ ചേട്ടനെ പറയാതിരിക്കാൻ വയ്യ. ഞാൻ കാര്യം ചോദിക്കട്ടെ, എനിക്ക് സീരിയലിൽ സിനിമയിൽ ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ഒന്നും ഇല്ലടാ. എനിക്ക് ഇതിന് ഒരു ക്വാളിറ്റി ഇല്ലടാ, കണ്ടാലൊരു അപ്പിയറൻസ് ഇല്ലടാ. എനിക്ക് എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാ. ഏതിനും വരുന്നത് ഓരോ കഥാപാത്രം അനുസരിച്ചാണ്, അല്ലാതെ ഒരു എന്റെ ഫേസിൽ എന്തായാലും എനിക്ക് വില്ലൻ റോളേ എനിക്ക് കിട്ടത്തുള്ളൂ. അത് പ്രേക്ഷകർക്കും അറിയാം. ഞാൻ ചോദിച്ചോട്ടെ, ജയിലറിൽ നമ്മുടെ വിനായകൻ ചേട്ടൻ ചെയ്ത സാധനം മമ്മൂക്ക ചെയ്ത് എങ്ങനെ ഇരിക്കും? ഒരിക്കലും അറിയാത്തില്ല. അല്ല അതാ പറഞ്ഞത്, അപ്പൊ കഥാപാത്രം അനുസരിച്ചിട്ടാണ് ഒത്തിരി കഥാപാത്രങ്ങൾ മാറി മാറി പോയടാ, എന്നിട്ട് തേടി വന്നില്ല എന്നുള്ളതാ. ഞാനൊക്കെ അപ്പൊ എന്തും അതാ ഇപ്പോഴും വൈക്കുന്നേ. ഇപ്പോഴും കാസ്റ്റിങ്ങിലും ഓഡീഷനും ഒക്കെ ചുമ്മാ പോകാറുണ്ട്. വെറുതെ അയക്കുന്നു, വിളിക്കുന്നു, അപ്പ പോകുന്നു. പക്ഷെ എനിക്ക് നിങ്ങളുടെ പ്രൊഡ്യൂസർ ദിവ്യൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ ഷോർട്ടാക്കി വിളിക്കുകയാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തിനോട് ഞാനൊരു കാര്യം ചോദിച്ചു, ഒരു കാര്യം ആവശ്യപ്പെട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടോടാ എന്ന് ചോദിച്ചു. എന്നോട് അപ്പോഴേ 3 ഫോട്ടോ ഇടാൻ പറഞ്ഞാൽ ഇട്ട് കൊടുത്തു. 3 ഫോട്ടോ ഇട്ട് കൊടുത്തു. ഇപ്പോഴല്ല 1-2 ആഴ്ചയായി. അദ്ദേഹം അത് ചോദിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഒരു സഹായം ചെയ്തല്ലോ. അതെ, അപ്പൊ നമുക്ക് ഒരു ഡയറക്ടർ ഫ്രണ്ടിൽ നമുക്ക് അറിഞ്ഞൂടെങ്കിലും നമ്മുടെ ഫോട്ടോസ് വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് കണ്ടതിന്റെ പിറ്റേ നമ്മൾ റോഡിൽ വെച്ച് കണ്ട ഒരു
ശ്രദ്ധിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. അതെ 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 ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മൈൻഡും കാണൂല. അതെ. ഈ ഇപ്പം ആൾക്കാർ വിചാരിക്കും യുവന്മാർ ഇതെന്തോടാ പറഞ്ഞോണ്ടിരിക്കും, ഇന്റർവ്യൂ അല്ലേ, സ്വന്തം കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ച അത്രേ ഉള്ളൂ, നമ്മുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അപ്പം നിഹാസിന്റെ പല ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കുടുംബശ്രീ ശാരദയിൽ നല്ല കിടിലൊരു റോള് ചെയ്തോണ്ടിരിക്കും. ഇനിയിപ്പോൾ ത്രൂ ഔട്ട് ആയിട്ട് എനിക്ക് ത്രൂ ഔട്ട് എപ്പിസോഡ്സ് ഫുള്ള് എനിക്ക് തോന്നി നിഹാസിന്റെ ആണെന്ന്. അതിനകത്ത് എന്താണ് കഥാപാത്രത്തിന്റെ പേരും അതുപോലെ രോഹിത് എന്താണ് അതിനകത്ത് ക്യാരക്ടർ? ഞാൻ ആദ്യം വരുമ്പോ പഴയ ഒരു കാമുകി അന്വേഷിച്ചവിടെ വരുന്നു. എല്ലാം ഇതിലേ ഉള്ളൂടെ. അതാ ഞാൻ പറഞ്ഞു, വെറൈറ്റികൾ ആഗ്രഹിക്കുന്നു, വരുന്നില്ല സാധനം. അതാണ്. പക്ഷെ ഇത് വെറൈറ്റി എല്ലാ സിനിമയിലും. കാരണം ഞാൻ തുടങ്ങിയതുമല്ല, തുടങ്ങിയപ്പോൾ ഒരാൾ വെറുതെ വരുന്നു, അവിടെ ഒരു ഡ്രൈവർ ആവുന്നു, വീട്ടിൽ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെ നെഗറ്റീവ് ആവുന്നു, ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. അല്ല, സിനിമയുടെ ഈ എല്ലാ സിനിമയിലും ഞാൻ പറയാൻ വന്നത് എല്ലാ സിനിമയിലും പിന്നെ സ്ഥിരം പോലീസ് എന്ന് പറയുന്ന പോലെ നീ സീരിയലിലെ സ്ഥിരം കാമുകനായിട്ട് അങ്ങനെ അങ്ങ് നെയ്മ് എഴുതി വെച്ചിരുന്നത്. അതാണ് പ്രശ്നം. എനിക്കിങ്ങനല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. നമ്മുടെ ജോലി എന്ന് പറയണം, നമ്മൾ എന്തെങ്കിലും എന്നും ക്രിയേറ്റീവ് ചെയ്തു. ഈ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളിവിടെ ചെയ്യാൻ വിളിക്കണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ, ഒറ്റയ്ക്ക് ചെയ്യരുത്. അല്ല ഞാൻ ചോദിച്ചാ അത് ഓക്കെ അല്ലേ, ഞാൻ ചെയ്യാൻ ഓക്കെ അല്ലയോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കഥാപാത്രമാണ്, നമുക്ക് അതിൽ ഒരു ആർക്കും എന്തും ചെയ്യാം. എനിക്ക് എന്ത് കഥാപാത്രം ചേരും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേരുന്നൊരു കഥാപാത്രം എന്തായാലും എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് പറ്റത്തുള്ളൂ. നെഗറ്റീവ് പക്ക അടിച്ചാൻ പറ്റും. അതാണ് നല്ലത്, എല്ലാവരിലേക്കും എത്തുന്നത്. അതുകൊണ്ടാണ് നിനക്ക് നെഗറ്റീവ് വേണമെന്ന് പറഞ്ഞത്, വില്ലൻ റോൾ ചെയ്യാൻ പറ്റും നിനക്ക് ആഗ്രഹം എന്ന് പറഞ്ഞത്. എല്ലാവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന അതായിരിക്കും. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നല്ല കോമഡി കഥാപാത്രം ചെയ്യുന്നവർ, രണ്ട് നെഗറ്റീവ് ചെയ്യുന്നത്. ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ ശത്രുവിനെ എന്തെങ്കിലും മറക്കും? ഒരിക്കലും ഇല്ല. ഇത്രത്തെ നമ്മൾ എപ്പോഴും മറക്കുന്നു വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് ശത്രുവിനെ ഒരു കാലത്ത് മറക്കത്തില്ല. മരിക്കാൻ കിടക്കുമ്പോഴും വേണമെങ്കിൽ നമ്മളെ ചിന്തിക്കും, അവനെ കിട്ടിയിരുന്നെങ്കിൽ വന്ന്. അല്ല, ഈ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ കാണും. സിനിമയിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ എത്രത്തോളം? കാര്യം ഇതിൽ നിന്നാൽ സിനിമയിലേക്ക് പോകാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കറക്റ്റ് അറിയില്ല. നമ്മളിതുവരെയ്ക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. ഞാൻ മൂവി ഇങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 1-2 ഓഡിഷൻ കഴിഞ്ഞു, പക്ഷെ ഒന്നിലും അങ്ങനെ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമ്മൾ ഈ സീരിയൽ വർക്ക് നമ്മൾ ആദ്യം പറയും, കാരണം അവർ നമ്മളെ കാസ്റ്റ് ചെയ്തു, നമ്മളെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്ന ആളെന്ന് നമ്മൾ പറഞ്ഞിട്ട് നമുക്കത് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമുണ്ടാകും. അതിൽ തന്നെ പ്രശ്നമില്ല നമുക്കത്. ഈ ഓഡിഷൻസ് ഇഷ്ടംപോലെ ആൾക്കാർ, ഓഡിഷനിലൂടെ വന്ന കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, ഈ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരുപാട് റീച്ച് ആയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അവരൊക്കെ ആർട്ടിസ്റ്റ് ആവുന്നവരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് കഥാപാത്രം. ബിഗ് ബോസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബിഗ് ബോസ് ഞാൻ കുറച്ചങ്ങനെ എപ്പിസോഡായിട്ട് കണ്ടില്ലെങ്കിലും ഇൻസ്റ്റയിൽ നമ്മൾ ഓൾമോസ്റ്റ് റീൽസ് പോലെ വരുമ്പോഴത്തേക്ക് കാണാറുണ്ട്. കൊള്ളാം. പക്ഷെ കുറച്ചുകൂടെ പൊരുതാൻ എന്തെങ്കിലും ഒരാൾ വരണം. അല്ല, പൊരുതാനല്ല, അതിപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ എന്തോ കൊടുത്തിട്ടുണ്ടെന്ന്. അത് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ, അത് ഉള്ളതാണെങ്കിൽ അറിയില്ല, ഉള്ളതാണോ സംഭവം? എന്തോ ഞാനും വാർത്തയിലൂടെ കണ്ടത് അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടു, പക്ഷെ കറക്റ്റ് അതിന്റെ സത്യാവസ്ഥ അറിയില്ല, കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ. നിഹാസ് ബിഗ് ബോസിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും? ഞാൻ ബിഗ് ബോസിലോട്ട് പോകണമെന്നിങ്ങനെ ഇതുവരെയും അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോയില്ല. വർക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഷോസിലൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ പ്രോഗ്രാംസ് ചെയ്താലേ നമുക്കൊരു ഇതുള്ളൂ. അതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാംസ്. ആൾക്കാർ പറയുന്ന ആ ഷോയിൽ പോലെ വൃത്തിയിട്ട ഷോ ആണ്, അതിനകത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരുമെന്ന്. നമ്മൾ എന്താണെന്ന് പുറത്തു വരുന്നതാണ്. പക്ഷേ അഖിൽമാരാ എൻ്റെ സുഹൃത്താണ്. അഖിൽമാരാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഞാൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അഖിൽമാരോട് വെച്ച് ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുന്ന വെച്ചപ്പം അഖിൽ പറഞ്ഞത്, ഞാൻ അതിലും പോകുന്നതിനെക്കാട്ടും നല്ലത് പിന്നെ ലുലു മാളിൽ പോയിട്ട് മുണ്ട് പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ആള് കൂടുമെന്ന് പറഞ്ഞു. അത് സ്ട്രാറ്റജി ആയിരിക്കാം അഖിലിന്റെ. പക്ഷേ അവൻ നല്ല ഗെയിമറാണ്, അവൻ അതിൽ പോവുകയും ചെയ്തു, കപ്പടിക്കുകയും ചെയ്തു. പക്ഷെ അവൻ ഓട്ടം അവനായിട്ട് അത് അവൻ ഭയങ്കര കഥ പറയാൻ ഇഷ്ടമാണ്, അവന് തമാശയിൽ പറയാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സിനൊന്നും ഇപ്പോഴത്തെ ഒരു എപ്പിസോഡ്സിൽ കാണാൻ സാധിച്ചില്ല. മൊത്തം വഴക്കാണെന്ന് തോന്നുന്നു. പറഞ്ഞ കാര്യമില്ല, ഓരോ രസം. ഞാൻ പോയി അങ്ങനെ വഴക്കുണ്ടാക്കുന്നില്ല, നമ്മുടെ സാഹചര്യമാണ്. അവിടെ ചെല്ലുമ്പോ അങ്ങനെ നമുക്കിപ്പോ പറയാൻ പറ്റില്ല, നമ്മുടെ സാഹചര്യമാണ്. നമ്മുടെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്യാറില്ല, നമ്മളെ കൊണ്ട് തന്നെ ഇടുകയും തള്ളിയിടുകയും, വീട്ടിലേക്ക് തള്ളിയിടും. പിന്നെ നമുക്ക് എണീക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എവിടെയെങ്കിലും പിടിച്ച് എണീക്കാൻ പറ്റും. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം വരെ ഹൈപ്പ് കാണും. ഹൈപ്പ് എപ്പോഴും കാണില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോ ഈ പറഞ്ഞ കണക്ക് ഞാനിപ്പോ 3-4 കൊല്ലം വർക്ക് ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട കയറി പോവായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തില്ല. നമ്മൾ അവിടെ തന്നെ നമ്മൾ ചെയ്ത ജോലി മര്യാദക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മളെ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതാണ് വിഷയം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാമല്ലോ, അയാളെ കാണുന്നില്ല, അയാളെ ഒന്ന് വിളിപ്പിക്കാം കേട്ടോ. ഇടയ്ക്കൊരു ചെറിയ പ്രാങ്ക് കൂടെ ഉണ്ട്, അത് അയാളെ വിളിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പം വരുന്ന പ്രോജക്റ്റുകൾ, അതായത് ഇനിയിപ്പം സീരിയൽ പുതിയതായിട്ട് ഇനിയിപ്പോൾ എനിക്കൊന്ന് ഒത്തിരി സീരിയൽ ഏഷ്യാനെറ്റിൽ വരാൻ കിടക്കുന്നു. ഞാൻ പുതിയ പ്രോജക്റ്റ് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. പുതിയ പ്രോജക്റ്റ് ഒന്ന് ചെയ്യണം ആഗ്രഹമുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം
ഇത് വരുന്നുണ്ടല്ലേ ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 സീരിയൽസ് എനിക്ക് കോള് വന്നു, എനിക്ക് ഏഷ്യാനെറ്റ് ഒന്ന് വന്നായിരുന്നു, മഴവിലൊന്ന് വന്നായിരുന്നു. പക്ഷെ എനിക്ക് ഈ 2 പ്രൊജക്ട്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത്രയും ആത്മഹത്യ എന്തിനും കാണിക്കണം. എനിക്ക് വന്നതേ ഞാൻ ചോദിക്കുന്നത് ജനാർസാന്റെ സെറ്റ് നിങ്ങൾക്ക് പക്കയാണെന്ന് തോന്നുന്നു. അയ്യോ പക്ക, നമുക്ക് ഒന്നും അറിയണ്ട, നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, അവരങ്ങനെ നമ്മളെ കാണുന്നത്. നമുക്ക് സാർ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ. സാറ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക അവരെ എന്താണെന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ അവരെ എവിടെയെങ്കിലും ഇട്ട് ആ ഒരു പരിപാടി അതാ പറഞ്ഞേ. ഞാൻ സാറിന് 2ാമത്തെ പ്രൊജക്റ്റാണ് ചെയ്യണം. സാർ 2ാമത്തെ പ്രൊജക്റ്റിലാണ് വിളിക്കുന്നത്. ദൈവഭാഗ്യം കൊണ്ട് സാറിന്റെ പ്രൊജക്റ്റ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, അതിന്റെ ഭാഗ്യം എന്ന് ഞാൻ പറയും. പിന്നെ എന്റെ ആശാൻ അല്ലെങ്കിൽ എന്റെ ഗുരു എന്ന് പറയുന്നത് ജനാ സാറാണ്. അല്ല സാറിന് എനിക്ക് തോന്നുന്നു നീ ഞാൻ ചെയ്യുന്നതിനകത്ത് വലിയ റോൾ അല്ലെങ്കിൽ ഓഫീസിൽ പക്ഷേ എങ്കിൽ പോലും ആ ഹൈപ്പിനെക്കാളും കൂടുതൽ ഹൈപ്പാണ് ഇപ്പൊ താങ്കൾക്ക് തന്നിരിക്കുന്നത്. സത്യം വേറെ അത് നിനക്ക് ചെയ്യാൻ കഴിവുണ്ടെന്ന് കഥയിൽ ഓൾമോസ്റ്റ് നമ്മളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ലോ വരുന്നത്. അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അല്ല അത് ഏറ്റവും വലിയ ഒരു അത് പടത്തിനോട് നന്ദിയാണ് പറയണല്ലേ. പിന്നെ അല്ലാതെ 2ാമത്തെ പ്രോജക്റ്റ് അല്ലേ എന്തോ ചേട്ടാ. ചേട്ടാ ഇപ്പൊ സമയം എത്രയായി ചേട്ടാ? കണ്ടേ ഞാൻ പറയട്ടെ, ഷോപ്പ് അടയ്ക്കാറ് ഞാൻ സെമിത്താടത്ത് വിളിച്ച് സംസാരിച്ചിട്ടാണ്. 8:30 വരെ ഒന്ന് പ്ലീസ്. ഷോപ്പിൽ നിന്ന് ഞങ്ങളൊന്നും കട്ടോണ്ട് പോകുന്നില്ല ചേട്ടാ. ചേട്ടാ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും ക്യാമറ ഇരിക്കല്ലേ ഇവിടെ? ഇവിടെ വർക്ക് ചെയ്യുന്നത് നിഹാസ്. ചേട്ടൻ നിഹാസിനെ അറിയത്തില്ലേ? ചേട്ടാ അവിടുത്തെ പരിപാടിക്ക് വന്നപ്പോൾ നിഹാസ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇല്ല ചേട്ടനെ ഫ്രണ്ട് നിന്നപ്പോഴാണ് ഞാൻ നിഹാസിനെ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയത്. എങ്കിലും അവന്റെ ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? പേര് ചോദിക്കുന്നത് ശരിയാണോ? അത് ചേട്ടാ ഇൻസൾട്ട് ചെയ്യുന്നത്, അത് ഇൻസൾട്ട് ചെയ്യുന്നത്. ശരി സമ്മതിച്ചു ചേട്ടാ. ഇപ്പൊ എന്താണ് ചേട്ടൻ്റെ അടുത്ത ആവശ്യം നടന്ന് പറയാം. ചേട്ടാ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കൂടെ പറയാൻ ടൈം എടുക്കും. അത് തീരുമ്പോ തീരും. അത് പറയാൻ പറ്റത്തില്ല, തീരുമ്പോൾ തീരത്തുള്ളൂ. നമുക്കത് ഒരിക്കലും പറ്റത്തില്ല. പുള്ളിയുടെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, പറയാൻ പറ്റുമോ? അത് അവൻ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. എന്റെ 100 കണക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട് ചേട്ടാ. 2 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയുമ്പോൾ ഇരിക്കും ഞാൻ. ഒത്തിരി സമയം അല്ല ഇരിക്കും. പോലെ അല്ലല്ല അത് മോശം അല്ല അത് മോശം സുരേഷ് ചേട്ടാ, അത് മോശം സുരേഷ് ചേട്ടാ. അല്ലല്ല വാ അത് മോശം, അതല്ല അങ്ങനല്ല. അല്ല നീ പോവല്ലേ, സുരേഷ് ചേട്ടാ ഇനി വന്ന്. സുരേഷ് ചേട്ടാ എത്ര പ്രാവശ്യം അല്ല തിരിഞ്ഞു അങ്ങോട്ട് നിന്ന്. ക്യാമറ ഇനി ഓൺ ആയിക്കോട്ടെ, കാര്യം പറയട്ടെ ചേട്ടാ. അല്ല ക്യാമറ ഓൺ ആയിക്കോട്ടെ കുഴപ്പമില്ല. എങ്കിലും ചേട്ടനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ ചേട്ടാ. ഇത് ഞാൻ നിഹാസോട് ചേർന്ന് ചേട്ടന് തന്നൊരു പ്രാങ്കാ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ചേട്ടൻ നല്ല പ്രാങ്ക് കൊടുത്തേ, തിരിച്ച് അങ്ങോട്ട് ആ പ്രാങ്ക് തിരിച്ച് ചേട്ടൻ എന്നൊരു പ്രാങ്കാണ്. എന്നെ വിളിച്ചപ്പോഴത്തേക്കിന് എനിക്ക് ഞാനത് കണക്ക് കൂട്ടി തന്നെ വന്നത്. കാരണം വെച്ചാൽ 3-ാമത്തെ പ്രാവശ്യം എന്നെ വിളിച്ച് ഇത് മൂവി വേൾഡ് മീഡിയയ്ക്ക് മാത്രം സ്വന്തം സുരേഷ് ചേട്ടൻ നമ്മൾ കൊടുത്ത നമ്മുടെ പൂജയിലെ സൂപ്പർവൈസർ അല്ലേ, പൂജ ഹൈപ്പർ മാർക്കറ്റിലെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആറ്റിങ്ങിലുള്ള നമ്മുടെ സുരേഷ് ചേട്ടന് സ്വന്തം, സുരേഷ് ബാബു ചേട്ടന് സ്വന്തം ഈ പ്രാങ്ക്